അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദൽ ബി ചെർപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട അഭിമുഖം ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണിത്. ഈ കോഴിക്കോട് പാലക്കാട് ഹൈവേയുടെ വക്കത്ത് 7 സെന്റ് സ്ഥലവും 2 റൂമുള്ള ഒരു ബിൽഡിങ്ങുമാണ്. ഇതിന് പ്രത്യേക ഓഫർ ഷെയർ ചെയ്യുന്നവർക്ക് കിട്ടാം. ഷെയർ ചെയ്യുന്നവർക്ക് നമ്മുടെ മക്കളുടെ സ്കൂൾ തുറക്കാറായി. അപ്പോൾ അവർക്ക് എന്ത് വേണം? കുട വേണം, നോട്ട് പുസ്തകം വേണം, ബോക്സ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരു 30 കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു 10 നോട്ട് പുസ്തകം, 2 പേന, അതേപോലെ തന്നെ പെൻസില്, ബോക്സ്, അതിൻ്റെ കൂടെ ഒരു കോടയും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നവർക്കാണ് കിട്ടുക. ഷെയർ ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ അറിയിച്ചു കഴിഞ്ഞാൽ 30 കുട്ടികൾക്ക് കൊടുക്കും. ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നവർക്ക് ഇനി കൊടുക്കുന്നത് മക്കൾക്കാണ്. ഇനി പൈസ എല്ലാം അയച്ചു കൊടുക്കുക കുട്ടികൾക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഈ ഹൈവേൻ്റെ പക്കത്ത് ആ കാണുന്ന റൂമാണ് കണ്ടാ. ഇത് എവിടെയെന്ന് അറിയാം നിങ്ങൾ? അതാ ഇതാ ബാക്കി ഇപ്പം പറഞ്ഞുതരാം. കണ്ടില്ല നിങ്ങൾ? ആ 2 റൂമാണ് ഹൈവേയുടെ പക്കാണ്. ആ ഹൈവേൻ്റെ പക്കം ബാക്കിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കണ്ടോ, നല്ല സ്ഥലം കണ്ടോ. ഒരു പ്രിയപ്പെട്ട ഹബീബുകൾ ഇതിനടുത്തൊക്കെ ഹോട്ടൽ, നല്ല സിറ്റിയാണ് കേട്ടോ. ഇതാണോ ഇവിടെയൊക്കെ നോക്കിയൊക്കെ സ്ഥലത്തി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് A to Z വരെ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, കോഴിക്കോട് നിന്ന് വരുന്ന റോഡാണ്, ഹൈവേ ആണ്. പെരിന്തൽമണ്ണ കഴിഞ്ഞ് മണ്ണാർക്കാടിൻ്റെ ഉള്ളിൽ കോട്ടക്കാട് എന്നാ പറയാം. കോടക്കാട് കണ്ടാ. ഇതൊക്കെയാണ് മുഴുവൻ ബസ് വരുന്നല്ലേ മണ്ണാർക്കാട് റൂട്ടിൽ നിന്നാണ് വരുന്നത് കണ്ടോ. കോടക്കാട് ഇവിടെയാണ് നമ്മുടെ തങ്ങൾ, മനസ്സിലായോ? ഇവിടെയാണ് നമുക്ക് ദിക്ർ മജ്ലിസും കാര്യങ്ങളൊക്കെ നടക്കുന്ന തങ്ങളുടെ സ്ഥലം ഇവിടെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എവിടെയാണ് എന്താണെന്നൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം ഇതാണ്. ഈ ഹോട്ടലിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ആറ്റക്കോയ തങ്ങൾ കണ്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം. ആറ്റക്കോയ തങ്ങളെ കാണാത്തവർ അറിയാത്തവരുണ്ടാവില്ല. കാരണം ഒരുപാട് ചാനലിൽ ഒരുപാട് വിവാദങ്ങളും നല്ല അഭിപ്രായം ഒക്കെ പറയുന്ന ആളുകളാണ് ആറ്റക്കോയ തങ്ങളെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ ആറ്റക്കോയ തങ്ങളെ സ്ഥലമാണ് ഇവിടെ. മാത്രമല്ല ഇവിടെയൊക്കെ ഹോട്ടലാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രണ്ടേജ് ആണ് കണ്ടില്ലേ നിങ്ങൾ? ഇനി ഈ റോഡിന് സ്ഥലം പോകാനില്ലേ. ഇത് ഇനി 16 വരി പാത വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ഹോട്ടലാണ് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇത് ഈ ഷട്ടർ ഇവിടുന്ന് അങ്ങോട്ട്, ഈ ഷീറ്റ് ഇട്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കണ്ടില്ലേ. നല്ല റൂം 2 വലിയ റൂം കണ്ടോ. പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ, സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 7 സെന്റ് സ്ഥലമുണ്ട് കണ്ടോ. ഓപ്പൺ കിണറുണ്ട്, വെള്ളമുണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ നീട്ടി വെച്ച് കൊണ്ടുപോകണില്ല. നിങ്ങളോട് പറയണേ ഞാൻ, ഇത് നമ്മുടെ ഹൈവേയിലാണ്. ഹൈവേയിലേക്ക് ഈ വിലക്ക് കിട്ടിയ വില എപ്പോൾ പറയാം? 8 ലക്ഷം റുപ്യ പാർട്ടി ചോദിക്കുന്നത്, പക്ഷേ നെഗോഷ്യബിൾ ആണ്. 8 ലക്ഷം റുപ്യ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. ഇവിടെ 9-നും 10-നും കച്ചവടം നടന്നിട്ടുണ്ട്. 10 ലക്ഷം റുപ്യയുടെ മാർക്കറ്റ് റേറ്റ് സാധാരണ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇത് അർജന്റ് സെയിൽ ആയതുകൊണ്ടാണ് നമ്മൾ 8 ലക്ഷത്തിൽ 10,000 റുപ്യ കമ്മിയാക്കിയിട്ടാണ് കൊടുക്കുന്നത്. 790 കൊടുക്കുന്നത് കേടാ. ഈ ബാക്കിലെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. കാരണം എന്താ പറയുക, ഇപ്പോൾ ലേസൊരു കച്ചറയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ കിണറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. താഴത്ത് കറങ്ങ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ, കണ്ടില്ലേ, ഇതാണ് സ്ഥലം. ആ കിണർ കാണിച്ചു കൊടുത്താൽ നമ്മുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 നില ബിൽഡിങ്, വലിയ ബിൽഡിങ് കണ്ടില്ലേ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. നമ്മുടെ വെട്ടുകല്ലിലാണ് നമ്മുടെ ഈ ബിൽഡിങ് കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ. നല്ല വെട്ടുകല്ല്, സൂപ്പർ വെട്ടുകല്ലാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ, 7 സെന്റ് സ്ഥലമാണ്. 7 സെന്റ് നിങ്ങൾക്ക് അളന്ന് തരും. അളന്ന് കാണുന്ന സെന്റിന് 8 ലക്ഷം രൂപയിലേക്ക് 10,000 റുപ്യ കമ്മിയായിട്ട് നിങ്ങൾക്കാണ് തരാം. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ വിടാം. മലപ്പുറം ജില്ലയുടെ ബോർഡർ കരിങ്കലത്താഴി നിന്ന് കഴിഞ്ഞു പോകുന്നു. പിന്നെ വരുന്നതാണ് കൊടക്കാട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ തങ്ങൾ ഏത്. അപ്പോൾ നമ്മുടെ ആറ്റക്കോയ തങ്ങളിലേക്ക് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ദിക്ർ മജ്ലിസ് നടക്കുന്നതിൻ്റെ സ്ഥലമാണ്. സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മേടിക്കാം. കാരണം എന്താ പറയുക, നല്ലൊരു ഹോട്ടലിന് ഓപ്പുണ്ട്, നല്ല വെള്ള സൗകര്യമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 7 സെന്റ് സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇതിനെക്കുറിച്ച് ബാക്കി ഞാൻ A to Z വരെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങോട്ട് പോരി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, വീട് സ്ഥലം കണ്ടു, ബിൽഡിങ് കണ്ടു അല്ലേ. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ഇതാ അവിടെ KSRTC ഇങ്ങനെ പോകണം. ചെറിപ്പായുന്ന വണ്ടികൾ ഏത് ഇവിടുന്നാണ് പോകുന്നത്? പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. ഇവിടേക്കാണ് മേലെ കൊടക്കാട് എന്ന സ്ഥലം പറയാം. മേലെ കൊടക്കാട്. നിങ്ങൾ ആരോട് ചോദിച്ചാൽ മേലെ കൊടക്കാട് വന്നിട്ട് നേരെ ഇവിടെ ഒരു അച്ചാർ കമ്പനിയത്തെ സാധനങ്ങളൊക്കെ വെക്കണം. കടണ്ടാക്കാൻ കാണിച്ചു കൊടുത്താൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട്. ഇത് പ്രവാസിയാണ്, ഹബീബാണ്. ഇൻഷാ അല്ലാഹ് ഗൾഫിലാണ് ആള്. അപ്പോൾ നമ്മളെ വക്കാലത്ത് നിന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കിടക്കുന്നത് 7 സെന്റ് സ്ഥലമാണ്. അതുപോലെ തന്നെ ആറ്റക്കോയ തങ്ങൾ പറഞ്ഞു നമ്മുടെ ദിക്ർ മജ്ലിസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അയാളെ പറ്റിയിട്ട് യൂട്യൂബ് ചാനലിൽ പലതും പറയുന്നു. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങളൊന്നും പറയാൻ ആളില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളെ, സ്വന്തമായിട്ട് ഇവിടെ ബിസിനസ് നടത്താൻ നമുക്ക് ഒന്നും ആലോചിക്കാമല്ല. കാരണം എന്തോ നല്ല ഫ്രണ്ടേജ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇവിടെ റോഡിന് സ്ഥലം പോയിച്ച് നിങ്ങൾ ബേജാറാകണ്ട. കാരണം എന്താ, ഇവിടുന്നാണ് തൊട്ടിട്ട് അങ്ങോട്ട് വരാം. ഒന്നും കാണിച്ചു കൊടുത്താൽ അവരുടെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരു ബിൽഡിംഗ് വാങ്ങുമ്പോൾ നോക്കേണ്ടത് എന്താ അറിയോ, അതേപോലെ തന്നെ ഫ്രണ്ടേജ് ഉണ്ട്, വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യമുണ്ട്. എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്താം,
പ്രവാസ ലോകത്ത് നിന്ന് വന്നിട്ട് സ്വന്തമായിട്ട് ഹോട്ടൽ നടത്താൻ മറ്റുള്ളതൊക്കെ നടത്താൻ നല്ല ഏരിയയാണ്. ഡേ നൈറ്റ് കച്ചവടം നടക്കുന്ന ഏരിയയാണ്. രാത്രിയും പകലും ഹോട്ടലിൻ്റെ ബിസിനസ് നടക്കുന്ന ഏരിയയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിങ്ങൾ ഇതിലേക്ക് സ്ഥലപ്പേര് പറയാം മേലെ കൊടക്കാട് എന്നാണ്. അപ്പോൾ മേലെ കൊടക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ സാധനം കിടക്കുന്നത്. ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് പിന്നെ ബാക്കിൽ ഫ്ലാറ്റ് കെട്ടി മുകളിൽ കോട്ടേഴ്സ് താമസിക്കാം, കട റൂമാക്കാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫർ ഞാൻ പറഞ്ഞത്, ഇത് ഷെയർ ചെയ്യുന്നവർക്ക്, ഇത് ഷെയർ ചെയ്യുന്ന 30 ആളുകൾക്ക് പറഞ്ഞാൽ കുഞ്ഞു മക്കൾക്കാണ് ഇനി നമ്മൾ കൊടുക്കാൻ പോകണം കേട്ടോ, വലിയവർക്കല്ല. 30 കുട്ടികൾക്കുള്ള നോട്ട് പുസ്തകം, ഒരു കുട്ടിക്ക് 10 നോട്ട് പുസ്തകം, അതേപോലെ കുറച്ച് പേന, കുറച്ച് കടലാസ് പെൻസിൽ, അതിൻ്റെ ഒരു ബോക്സ്, കൊട, ഇങ്ങനെ നമ്മൾ ഇത് ഷെയർ ചെയ്ത് കമൻറ്റ് ബോക്സിൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ നറുക്കെടുപ്പിലൂടെ ഇൻഷാ അല്ലാഹ് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതിന് 30 കുട്ടികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. 30 കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ ബേജാറാകണ്ട, നമ്മൾ കൊറിയറുടെ അയച്ചു തരും. ഏത് ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾ നോക്കണ്ട, കൊറിയർ അയച്ചു തരും. നമ്മുടെ ഓഫീസിൽ നിന്ന് വിളിക്കും. മറ്റേ സാധാരണ ഇടയ്ക്ക് നമ്മൾ ചെയ്യാൻ തരാം, ഗൂഗിൾ പേ പൈസ അയച്ചു കൊടുക്കലാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭികളെ എല്ലാവരും ഷെയർ ചെയ്തോളി. 8 ലക്ഷം റുപ്യ വില പറയുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ അന്വേഷിച്ചോളി. ഇവിടെ 9ഉം 10ഉം വില പറയുന്ന ഏരിയയാണ്. ഇവിടെ 8നൊക്കെ കച്ചവടത്തിൻ്റെ അപ്പുറത്ത് നടന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ. അപ്പോൾ ആ 8 ലക്ഷം റുപ്യ വില പറയുന്നത് അർജൻറ്റ് കച്ചവടമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മഹസ്സലാമ.